പറയുന്നത് ഒരു സംഗീത കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അവിടെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് സംഗീതജ്ഞനായിരുന്നു. അവിടെ മുതൽ തന്നെ അദ്ദേഹം ശാസ്ത്രീയ സംഗീതവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ആരംഭിക്കുകയാണ്. നമ്മളിതാ ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഇത്രയും ദിവസം നമ്മുടെ മുമ്പിൽ അതിന്റെ ദൃശ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് യുവജനോത്സവമാണ്. ആ യുവജനോത്സവത്തിലൊക്കെ ലളിതഗാനത്തിനാണെങ്കിലും ശരി, മൃദംഗത്തിനാണെങ്കിലും ശരി, എല്ലാത്തിനും ഒന്നാം സമ്മാനം നേടിയ ഒരാൾ കൂടിയായിരുന്നു പി ജയചന്ദ്രൻ. അങ്ങനെയാണ് അദ്ദേഹം ഈ ഗാനത്തിന്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടൊക്കെ വരുന്നത്. ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞു എത്രയെത്ര ഗാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. പി ജയചന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം അത് എന്നും മലയാളികളുടെ മനസ്സിൽ ഒരു തീരാ നോവായി അവശേഷിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത നമ്മുടെ മുന്നിലേക്ക് ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ, അദ്ദേഹത്തിന്റെ ആ ശബ്ദമാധുര്യം, അദ്ദേഹത്തെ ഭാവഗായകൻ എന്ന് വിളിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഓരോ ഗാനങ്ങളിലും ഓരോ പാട്ടിലും അദ്ദേഹത്തിന്റെ ആലാപന ശുദ്ധിയിലുമൊക്കെ നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു നൈർമാല്യമുണ്ട്. ആ രീതിയിൽ മലയാളികൾ അത്രമേൽ സ്വാധീനിച്ച, മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് പി ജയചന്ദ്രൻ വിടവാങ്ങുന്നത്.